പുതിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ കലാപം ശക്തമാകുന്നു. ശനിയാഴ്ച മുർഷിദാബാദ്, നോർത്ത് 24 പർഗാനസ്, ഹൂഗ്ലി, മാൾഡ തുടങ്ങിയ ജില്ലകളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ നടന്നു. കലാപകാരികൾ നിരവധി വാഹനങ്ങൾ തീയിട്ടു. ഇതോടൊപ്പം കടകളിലും വീടുകളിലും വൻതോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി. സംഭവങ്ങളിൽ ഇതുവരെ 3 പേർക്ക് ജീവനും നഷ്ടപ്പെട്ടു. 10-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. കേസിൽ നിലവിൽ 150 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അക്രമബാധിത ജില്ലയായ മുർഷിദാബാദിലെ ധൂലിയനിൽ നിന്ന് ഏകദേശം 500ഓളം ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെല്ലാം നദി മുറിച്ചു കടന്ന് മാൾഡയിലെ വൈഷ്ണവ നഗറിലുള്ള ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ്. തങ്ങളുടെ വീടുകൾ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും തങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമ ബംഗാളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ 1600-ലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 300ഓളം പേർ BSF സൈനികരാണ്.